ഷിബാൽ, എന്തായാലും കുഴഞ്ഞു വീണ പ്രവർത്തകനെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? ഒപ്പം ഈ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായും വലിയ പ്രതിഷേധത്തിനിടയിൽ കസ്റ്റഡിയെടുത്ത പ്രവർത്തകരെ പോലീസ് ലാത്തി കൊണ്ട് കുത്തി. പെട്ടെന്ന് ആരോഗ്യ പ്രശ്നമുണ്ടായി, വാഹനത്തിൽ തളർന്നുകൂടെ. പിന്നീട് നേതാക്കൾ ഇടപെട്ട് ബഹളം വെക്കുകയും വാഹനം തടഞ്ഞതിന് ശേഷമാണ് ആ പ്രവർത്തകരെ പുറത്തേക്കിറക്കി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലീസ് സഹായിച്ചില്ല. പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയില്ല എന്നതാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്. എന്നാൽ ഇപ്പോൾ പോലീസ് വാഹനത്തിൽ ഈ പരിക്കേറ്റ ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പുറത്ത് പ്രതിഷേധം ശക്തമായി തന്നെ സംസ്ഥാന പാതയിൽ ശക്തമായ പ്രതിഷേധം പ്രവർത്തകർ തുടരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ റോഡിൽ സംസ്ഥാന പാതയിൽ വീണ്ടും ആ പ്രതിഷേധം തുടരുന്നു. മാത്രവുമല്ല, കസ്റ്റഡിയിലെടുത്ത യുവാക്കളെയും കൊണ്ട് പോലീസ് വാഹനത്തിന് പോകാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ആ പോലീസ് വാഹനത്തിന് മുന്നിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഒരു തരത്തിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഇവിടെ ഇരുന്നാണ്ട് ആകെ പ്രശ്നമായിരുന്നു. ഇവിടെ ഇരുന്ന ശ്വാസം പോയിരുന്നു. എന്നിട്ടാണ് പിണറായിന്റെ പോലീസ് ഞങ്ങൾ ആ കുട്ടിന്റെ ഒപ്പിലാണ്. നല്ല രീതിയിൽ സമയം നടത്തുകയായിരുന്നു. അതിനൊരു കുട്ടിയെ, ഒരു കേസുവിന്റെ പ്രവർത്തകനെ അവരെ വലിച്ചയച്ചുകൊണ്ട് അത് കണ്ടിട്ട് കൂടെ പോയ ഒരു പ്രവർത്തകനെ ഇതിന്റെ ഉള്ളിലിട്ടിട്ട് അവന്റെ നെഞ്ച് തൂത്തിയപ്പോ അവന്റെ ശ്വാസം പോയപ്പോ 15 മിനിറ്റോളം ഇതിന്റെ ഉള്ളിലിട്ട് പിണറായിന്റെ പോലെ ദീപക് മലയമ്മ, ഈ നേരത്തെ ഒരു പ്രവർത്തകൻ കുഴഞ്ഞു വീണത്, നേരത്തെ ദീപക് മലയമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ വാഹനത്തിനുള്ളിൽ നിന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ അവർ ആരോപിക്കുന്ന ഒരു കാര്യം, പോലീസ് പ്രവർത്തകന്റെ നെഞ്ചിൽ കുത്തി, അങ്ങനെ ആ ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം അവരെ ഇപ്പോൾ പുറത്തിറക്കി കൊണ്ടുപോയി ആശുപത്രിയിലേക്ക്. ഇപ്പോഴും കുറച്ച് ആളുകളെങ്കിലും ആ പോലീസ് വാഹനത്തിലുണ്ട്. അവരെയും കൊണ്ടുപോകാനുള്ള ആ വാഹനം മുന്നോട്ടെടുക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായിട്ടില്ല അല്ലേ? കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ട് എത്തുന്നുണ്ടോ? നിലവിൽ UDYF-ന്റെ പ്രവർത്തകർ ഒന്നടങ്കം ഈ വാഹനത്തിന് മുൻവശത്ത് തമ്പടിച്ച് നിൽക്കുകയാണ്. ഇവിടെ നിന്നും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല, അവരെ നിരുപാധികമായി വിട്ടയക്കണം എന്നുള്ളതാണ് ആവശ്യം.